Hi students, SLC IT sample questions le database ഭാഗത്തു നിന്നുള്ള query question ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. The details of various athletes are given in the file sports.odb in exam documents folder in home. Create a query using the queries function in LibreOffice Base to get the names of the players who have scored more than 100 goals and number of goals scored from the footballers table. Use the use wizard to create query method in queries to prepare the query. Fields to include player name, number of goals. Search condition number of goals is equal or greater than 100. Save the modified file. File save as in exam 10 folder in home with your register number underscore question number as file name. അതിൻ്റെ മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ നോക്കാം. വിവിധ കായിക താരങ്ങളുടെ വിവരങ്ങൾ ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് ഫോൾഡറിൽ sports.odb എന്ന ഡാറ്റാബേസ് ഫയലിൽ നൽകിയിട്ടുണ്ട്. ഇതിലെ ഫുട്ബോളേഴ്സ് ടേബിളിൽ നിന്നും 100-ൽ കൂടുതൽ ഗോൾ നേടിയിട്ടുള്ള കളിക്കാരുടെ പേരും നേടിയ ഗോളുകളുടെ എണ്ണവും ലഭിക്കുന്നതിനുള്ള ക്വറി ലിബ്രെഓഫീസ് ബേസിലെ ക്വറി സങ്കേതം ഉപയോഗിച്ച് തയ്യാറാക്കുക. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഈ ഫയലൊന്ന് ഓപ്പൺ ചെയ്യാം. അതിനായിട്ട് പ്ലേസസിൽ ഹോം ഓപ്പൺ ചെയ്തു. അതിൽ എക്സാം ഡോക്യുമെൻറ്റ്സ് ഓപ്പൺ ചെയ്യുക. അവിടെ sports.odb എന്നുള്ള ഫയൽ കാണാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് sports.odb എന്നാണ്. അപ്പോൾ ഈ ഫയൽ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഫോംസ് ആണ് ഇവിടെ ഡിഫോൾട്ടായിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ ടേബിൾസ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഈ ഫുട്ബോളേഴ്സ് എന്ന് പറയുന്ന ടേബിൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് ഡാറ്റാസൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ ഇനി നമ്മൾ ക്വറി തയ്യാറാക്കണം. അപ്പോൾ ക്വറി തയ്യാറാക്കാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഏത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടതെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്വറീസ് എന്നുള്ളത് സെലക്ട് ചെയ്തു. യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് ക്വറി എന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഏത് ടേബിളാണ് സെലക്ട് ചെയ്യാൻ പറഞ്ഞത്, ഫുട്ബോളേഴ്സ് ടേബിൾ എന്നുള്ളതാണ് സെലക്ട് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ടേബിൾസ് എന്നുള്ളിടത്ത് നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ടേബിൾ ഫുട്ബോളേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ഫീൽഡാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് പ്ലെയർ നെയിമും നമ്പർ ഓഫ് ഗോൾസും. അപ്പോൾ അതിനായിട്ട് പ്ലെയർ നെയിം സെലക്ട് ചെയ്തു, ആരോ ക്ലിക്ക് ചെയ്യുന്നു. നമ്പർ ഓഫ് ഗോൾസ് സെലക്ട് ചെയ്തു, ആരോ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് ഫീൽഡാണ് നിങ്ങളോട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞത്. ഇനി നമ്മൾക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. സെക്കൻഡിൽ ചേഞ്ചസ് ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ്. തേർഡിലാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് ഗോൾസ് ഈസ് ഈക്വൽ ഓർ ഗ്രേറ്റർ ദാൻ 100. ഫീൽഡ് എന്നുള്ളിടത്ത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമ്പർ ഓഫ് ഗോൾസ് എന്നുള്ളതാണ്. ഇവിടെ കണ്ടീഷൻ എന്നുള്ളിടത്ത് ഈസ് ഈക്വൽ ഓർ ഗ്രേറ്റർ ദാൻ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്നത് ഈക്വൽ ഓർ ഗ്രേറ്റർ ദാൻ എന്നുള്ളതാണ്. അത് തന്നെ നമ്മളിവിടെ സെലക്ട് ചെയ്തു. കണ്ടീഷൻ എന്നുള്ളിടത്ത് വാല്യൂ എന്നുള്ളിടത്ത് നമ്മൾ 100 എന്ന് സെലക്ട് ചെയ്യുന്നു. ഇനി ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ വീണ്ടും നെക്സ്റ്റ് കൊടുക്കുന്നു. വീണ്ടും നെക്സ്റ്റ്. ഇവിടെ നമ്മളോട് പ്രത്യേകിച്ച് നെയിമൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഒന്നും ചേഞ്ചസ് വരുത്തണ്ട. ഫിനിഷ് എന്ന് കൊടുത്തു. അപ്പം നമുക്കിവിടെ 100-ൽ കൂടുതൽ ഗോള് കിട്ടിയ 2 പേരുടെ പേരിവിടെ തന്നിട്ടുണ്ട്. ഇതായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. ഇനി നമ്മളോട് ഇത് സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനായിട്ട് ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുന്നു. ഹോമിൽ എക്സാം 10 യൂസ് ചെയ്തിട്ട് അതിൽ നിങ്ങളുടെ ഫോൾഡർ, നിങ്ങളുടെ നെയിം, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുത്ത് സേവ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണോ 4 ആണെങ്കിൽ 4 എന്ന് കൊടുത്തു സേവ് കൊടുക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The details of various athletes are given in the file sports.odb in exam documents folder in home. Prepare a report using the instructions given below using reports tool in LibreOffice Base. Use the query Karnataka given in the database file to generate the report. Select query Karnataka from tables or queries in field selection in report wizard. Fields to include in the report player category, total runs, total wickets. Save the report file. Save as in exam 10 folder in home with your register number underscore question number as file name. പിന്നെ മലയാളത്തിലെ ക്വസ്റ്റ്യൻ നോക്കാം. വിവിധ കായിക താരങ്ങളുടെ വിവരങ്ങൾ ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിൽ sports.odb എന്ന ഫയലിലുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. പ്ലേസസിൽ ഹോമിൽ എക്സാം ഡോക്യുമെൻറ്റ്സ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ sports.odb എന്നുള്ള ഫയലാണ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റിപ്പോർട്ട് തയ്യാറാക്കാനാണ്. അപ്പോൾ അതിനായിട്ട് യൂസ് ചെയ്യേണ്ടത് ക്വറി കർണാടക എന്നുള്ളതാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമ്മളിവിടെ പോകേണ്ടത് റിപ്പോർട്ട്സ് എന്ന് പറയുന്ന ടാബ് സെലക്ട് ചെയ്യുക. അപ്പോൾ ആദ്യം ക്വറി ഉണ്ടോ നോക്കുക. ക്വറി കർണാടക എന്നുള്ളത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുന്നു. ഇവിടെ ഈ ഒരു ക്വറി തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ റിപ്പോർട്ട്സ് സെലക്ട് ചെയ്തു.
അപ്പോൾ നമ്മളിനി റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള റിപ്പോർട്ട്സിൽ യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് റിപ്പോർട്ട് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ കൊറി, നമ്മളോട് പറഞ്ഞ കൊറി തന്നെ സെലക്ട് ചെയ്യണം. നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൊറി കർണാടക എന്ന് പറയുന്നതാണ്. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ കൊറി കർണാടക എന്നുള്ള സെലക്ട് ചെയ്തു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഏതൊക്കെ ഫീൽഡാണ് വേണ്ടത്? പ്ലെയർ കാറ്റഗറി, ടോട്ടൽ റൺസും ടോട്ടൽ വിക്കറ്റ്സ്. പ്ലെയർ കാറ്റഗറി കൊടുത്തു, ടോട്ടൽ റൺസ്, അതേപോലെ ടോട്ടൽ വിക്കറ്റ്. ഈ പറയുന്ന ഫീൽഡുകൾ മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ അത് നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ ചേഞ്ചസ് ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് കൊടുത്തു. വീണ്ടും നെക്സ്റ്റ്. ഇവിടെയും ചേഞ്ചസ് ഒന്നും വരുത്തേണ്ട. നെക്സ്റ്റ് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് മോഡൽ മാറ്റണമെങ്കിൽ ഇവിടുന്ന് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് കൊടുത്തു. ഇവിടെ ഫിനിഷ് കൊടുത്തു. അപ്പോൾ നമ്മൾക്ക് ആ ഒരു കൊറിയിൽ ഉണ്ടായിരുന്ന ഡീറ്റെയിൽസ് ഇവിടെ ഒരു റിപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മളത് സേവ് ചെയ്യാം. ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. ഇവിടെ ഹോമിൽ എക്സാം 10ൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു. _ ക്വസ്റ്റ്യൻ നമ്പറും കൊടുക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 4 എന്ന് കൊടുത്തു. സേവ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.